നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ 10 കഴിഞ്ഞു പോയിട്ടുണ്ട്. ചൂടൊക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ തരണം ചെയ്യാനുള്ളൊരു ശക്തി നമുക്ക് പഠിച്ചോൻ തരുമല്ലോ. അങ്ങനെ അത്താഴത്തിന് എണീറ്റിട്ടുണ്ടേനി കേട്ടോ. ആ സമയത്താണ് 9 മണിയാകുമ്പോൾ ഒരു ഇറച്ചിക്കേക്ക് കൊടുക്കാണ്ടേനി. അപ്പോൾ ആ സമയത്ത് തന്നെ കുറേശ്ശെ പണി ഭക്ഷണം ചൂടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഓരോ പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി അല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത് എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. നമുക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഭർത്താക്കന്മാരോട് പൈസ ചോദിച്ച് വാങ്ങാൻ ചില സമയത്ത് സാധിക്കില്ല. അപ്പോൾ അവർ ചോദിക്കും അതെന്തിനാണ് വാങ്ങുന്നത്, എന്താ കാര്യം, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യം ഉണ്ടാകും. ചില കാര്യങ്ങൾ നമുക്ക് അവർ കാണുന്ന കാഴ്ചപ്പാടായിരിക്കില്ലല്ലോ. ഇനി വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ എന്താ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ എന്തിനാ ഇപ്പോൾ വാങ്ങണേ, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ ചിലവരൊക്കെ ചോദിക്കും. പക്ഷെ അത് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ കയ്യിൽ ഒരു 10 റുപ്യ ഉണ്ടേനി എന്തിനാ അതൊക്കെ കേൾക്കണമെന്നുള്ളൊരു ചിന്തയും വരും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അധികം ആൾക്കാർ എന്നോട് ചോദിക്കും, അത് ഞാൻ ആദ്യം തന്നെ പറയാം എങ്ങനെയാണ് ഓർഡർ എടുക്കലെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ഭംഗിയിൽ എനിക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആണ് കേട്ടോ നമ്മൾ വാട്സപ്പിൽ ഫോട്ടോ ഇടേണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ആ ഒരു സ്കില്ലില്ല. നമ്മൾ അധിക സ്ത്രീകളിലും അത് കാണലുണ്ട്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതേ അറിയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണ് നല്ല ഭംഗിയിൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലൊക്കെ നല്ല ഡിസൈനിലൊക്കെ പലഹാരമൊക്കെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ വെക്കുക സ്റ്റാറ്റസിൻ്റെ താഴെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ആവശ്യപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുക. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ അടുത്തുള്ള ബേക്കറികളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവിടെ പോയി ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, പലഹാരങ്ങൾ എന്തെങ്കിലും വേണോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യം. എനിക്ക് പിന്നെ ഞാൻ എൻ്റെ തുടക്കകാലത്ത് വാട്സപ്പിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല, ഇത്ര ഫേമസ് ഒന്നല്ലേ ഇനി. അങ്ങനെ ആയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം അൽഹംദുലില്ലാ നോമ്പായപ്പോൾ അത്യാവശ്യം ഓർഡറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ബിരിയാണി കിട്ടി. പിന്നെ ഒരു 3-4 ദിവസം നല്ല തിരക്ക് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല ഇനി. ഈ ഒരു ഇറച്ചി കേക്ക് ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം പാത്രത്തിലൊക്കെ കുഴിച്ച് സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ വെച്ച് പോയത്. വരുമ്പോഴേക്കും അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേനോ, നമുക്ക് കിട്ടുന്ന പൈസ ഫുള്ളായിട്ടും നമ്മൾ ചിലവാക്കി കളയരുത്. കുറച്ച് പൈസ നമ്മൾ ബാക്കി മാറ്റി വെക്കണം. ബാക്കി വെച്ചാൽ നമുക്ക് ചില സ്ത്രീകൾക്ക് വീട്ടിൽ വലിയൊരു ചിലവ് ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവും. എനിക്കൊന്നും പിന്നെ വേറെ ചിലവിനൊന്നും എടുക്കണ്ട കേട്ടോ. എൻ്റെ പേഴ്സണലായ കാര്യങ്ങൾക്ക് മാത്രം എടുത്താൽ മതി. മറ്റുള്ളതൊക്കെ ഇക്കാക്ക് ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടാത്ത ആളുകളുണ്ടാവുമല്ലോ, അവരോടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതേപോലെ ചെറിയ ഈ കടങ്ങൾ വലുതായിട്ട് നമുക്ക് വീട്ടാൻ പറ്റാത്ത ഒരു കടവും നമ്മളാക്കി വെക്കരുത്. കാരണം നമുക്കത് വീട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും പിന്നെ വരിക. പക്ഷെ ആരും നമ്മളെ സഹായിക്കാനും ഉണ്ടാവില്ല. നീ എന്തിനാണ് അത് കട എടുത്തത്, എന്തിനാണ് എന്നോട് ചോദിക്കാതെ ചെയ്തതെന്നൊക്കെ ഉള്ളൊരു ആ ഒരു സംസാരമൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ചെറിയൊരു വരുമാനമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. ഒരു 10ാം ക്ലാസ് പഠിച്ച ആളുകൾക്കാണെങ്കിൽ പോലും ചെറിയ കുട്ടിക്കെങ്കിലും ട്യൂഷൻ എടുത്തെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ പറ്റും. അത് ഒരുപാട് വലിയ ഡിഗ്രി ഒന്നും ആവശ്യമില്ല ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും പിന്നെ ഇതേപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു വരുമാനം. നമ്മൾ വെറുതെ സമയം പാഴാക്കി കളയരുത്. നമുക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും വരിക ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാതെ ചിന്തയിലേക്ക് വരും. ഇതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പണിയിൽ ഏർപ്പെട്ടാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരില്ല. മനസ്സെപ്പോഴും പോസിറ്റീവായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ തന്നെ കുറേ ഒരു സമാധാനം ഉണ്ടാവും. കാരണം എന്താഗ്രഹിച്ചാലും അത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള ചിന്ത. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾ പലതും വാങ്ങുന്നും ചെയ്യുന്നും പല രീതിയിൽ സന്തോഷത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒരു ആർഭാടായിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും. ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയേ ചെയ്യരുത്. കാരണം അത് നോക്കിയാൽ നമുക്ക് കൂടുതൽ വിഷമാവുക ചെയ്യുക. ഓലെപ്പോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, അവരെന്ത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, നമ്മൾ സങ്കടമാണല്ലോ എന്നുള്ള ആ ഒരു ഇത് വരും. കിട്ടുന്ന പൈസ ഫുള്ളും ചിലവാക്കി കളയാതെ കുറഞ്ഞ നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധിക്കേണ്ടെന്നല്ല, അതിൽ നിന്നൊക്കെ മിച്ചം വെക്കുന്ന കുറച്ച് പൈസ ആരും അറിയാതെ ഞാൻ പറഞ്ഞല്ലോ മാറ്റി വെക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മളെ കുടുംബത്തിൽ അറിയുന്നവരും ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അനാഥമായി പോവുകയും ചെയ്യരുതല്ലോ. എന്താണെന്ന് വെച്ചാൽ അതിന് മാറ്റി വെക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം നാളെ എന്ത് സംഭവിക്കും, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നൊന്നും നമുക്കൊരു പിടുത്തം ഇല്ലാതല്ലോ. അപ്പോൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാന്നൊക്കെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ
പൈസക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവരുത്. നമ്മൾ ആ സമയത്ത് അത് പൈസ എന്ന് പറയുന്നത് ഒരു ഒറ്റക്കായി പോകുന്ന ഒരു പെണ്ണിന് അതൊരു വലിയൊരു തണൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പൈസകളൊക്കെ മാറ്റി നല്ല എടുത്ത് വെക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയായിരിക്കും. നാളെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടോ കഷ്ടപ്പാട് വന്നുകൂടായില്ല. അപ്പോൾ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ എടുക്കാം ആ പൈസക്കാണ് ആവശ്യമില്ലാത്തത്. നമുക്ക് അസുഖങ്ങൾ വന്നാലോ നമുക്ക് എന്തെങ്കിലും വേറെ ആരെങ്കിലും സഹായിക്കണം എന്ന് വിചാരിച്ചാലോ, അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിന് ഒരു കൈ സഹായം നമ്മളെ കൊണ്ട് വേണമെന്ന് വിചാരിച്ചാലോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പൈസ ഉപകരിക്കുമല്ലോ. അതിന് വേണ്ടിയാട്ടോ മാറ്റി വെക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നമുക്ക് തികയാതെ വരും. അതിലേക്കായിരിക്കും നമ്മളെ കണ്ണും മനസ്സും പോവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക. ചെറുതായിക്കോട്ടെ, ചെറിയ സംഭവം മതി. ചെറിയ വരുമാനത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇത് വരിക. ഒരുപാട് ആർഭാടങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇഷ്ടംപോലെ കടം വരിക, സമാധാനം ഉണ്ടാവില്ല. കടം വന്നാൽ നിങ്ങൾക്ക് കാര്യം ആലോചിക്കാമല്ലോ, സമാധാനം എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പൈസകൾ ചെറുതായാലും 200 ആയാലും 300 ആയാലും 500 ആയാലും നമ്മൾ ആ ഒരു അക്കൗണ്ടിലേക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സമ്പാദ്യം നമുക്ക് എന്തായാലും വേണം, ആരും അറിയാത്ത. ഇവിടെ ഇക്കാക ഡെയിലി എന്ന് പറഞ്ഞ മാതിരി 50 100 എനിക്ക് തരും കേട്ടോ. എന്തിനെങ്കിലും സാധനം വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അടവിനുള്ള പൈസ ചെയ്യുന്ന സമയത്ത് ഒരു 100 രൂപ എനിക്ക് തരും. അപ്പോൾ ചില സമയത്ത് ഞാൻ ചോദിക്കും കേട്ടോ, ചോദിച്ചാലേ തരും, എല്ലാം ഒന്നും ഇല്ലാതെ ചോദിക്കുള്ളൂ. അങ്ങനെ തരുമോ അങ്ങനെ ഒരു കെഞ്ചി ചോദിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോൾ തന്നെ ഇക്കാക്ക വേഗം തരും കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ അതേപോലെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ആ പൈസ ഞാൻ എടുത്ത് വെക്കും. പിന്നെ അതേപോലെ ബാവ എല്ലാ മാസവും 1000 രൂപ എനിക്ക് തരും. പിന്നെ മനുവിൻ്റെ കയ്യിൽ നിന്നാണ് ശരിക്കും പൈസ കിട്ടാത്തത്. കാരണം അവന് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, പിന്നെ കുറികളുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവൻ്റേതായിട്ടുണ്ട്. എന്നാലും ചില സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചാൽ തരുമൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും മറ്റവൻ്റെ മാതിരി കറക്റ്റായിട്ട് അങ്ങനെ തരലില്ല. പിന്നെ കാക്ക തരുന്നത് പിന്നെ യൂട്യൂബിൽ നിന്ന് പിന്നെ അധികം ആളെ വിചാരം നല്ല വരുമാനം ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ 1-2 ആളുകൾ ഒരു സഹായം ചോദിച്ച് വിളിച്ചിട്ടുണ്ടേനി. അപ്പോൾ അവർ എങ്ങനെയുള്ളവരാണ്, എന്താണ് അവരുടെ ഉദ്ദേശം ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരു വാട്സപ്പിൽ ഒരാൾ ഒരു സന്ദേശം അയക്കുന്നതിനനുസരിച്ച് നമുക്ക് പൈസ അയച്ചു കൊടുക്കാനോ ഒന്നും പറ്റൂലല്ലോ. അപ്പോൾ അതിന് മാത്രമുള്ള എനിക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസയൊന്നും അങ്ങനെ ഇഷ്ടംപോലെ കിട്ടുകയൊന്നുമില്ല. ഇഷ്ടംപോലെ ലക്ഷങ്ങളും കോടികളും ആയിരങ്ങളും കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്കിതാ 3 മാസം കൂടുമ്പോൾ ചെറിയൊരു തുകയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ വ്യൂസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മളെ മനസ്സിനൊരു സന്തോഷത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ പൈസ കിട്ടുന്നതല്ല, എന്തെങ്കിലും ഒരു ജോലി എടുക്കുക എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ നമ്മൾ ഈ ജോലി എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെ വ്യൂസ് നോക്കുക, അതിൻ്റെതായ കണ്ടൻറ്റുകൾ റെഡിയാക്കി എടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ടൈം പാസ് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് യൂട്യൂബ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാത്തത്. എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും ഞാൻ ആ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വരുമാനം കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് അതിന് വരുമാനം കിട്ടിയിട്ടേ നടക്കുമെന്നൊന്നുമില്ല. നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് എന്തായാലും ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം കേട്ടോ. അത് വേറെ. ഫസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനസ്സാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് ജോലി ചെയ്തിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കാം മാന്യമായ രീതിയിൽ, ആ ഒരു ചിന്തയാണ് വേണ്ടത്. ആരോഗ്യം രണ്ടാമത്തെ തന്നെയാണ്. മനസ്സുണ്ടെങ്കിൽ തന്നെ നമുക്ക് തീരെ വയ്യെങ്കിലും അത് പ്രവർത്തിക്കാനോ ജോലി ചെയ്യാനോ നമുക്കുള്ള ആ ഒരു കണ്ടീഷൻ വരും. അത് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് കേട്ടോ. വയ്യാണ്ട് അല്ലെങ്കിൽ എനിക്കിന്ന് വയ്യ, എനിക്ക് ചടപ്പാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തേക്കും എനിക്കൊരു ചട്ടിപ്പത്തിരി വേണ്ടീനി അല്ലെങ്കിൽ എനിക്കൊരു ബിരിയാണി വേണ്ടീനി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരിക. അപ്പം തന്നെ എന്ത് ഉഷാറാണെന്നറിയാം. എനിക്ക് പൈസ കിട്ടും, അത് വേറെ കാര്യം. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക എങ്ങനെ പറയും, ഇപ്പം 3-4 ദിവസം അടുപ്പിച്ച് എനിക്ക് ഓർഡർ ഉണ്ടായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ശരിയായിട്ട് ഫുഡ് അങ്ങനത്തെ ഒക്കെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക ഇങ്ങനെ പറയുക, ചില സമയം ഇങ്ങനെ ചിരിക്കും. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് കുത്തിരിക്കുന്നത്, അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് ചീത്ത പറയും. ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടാണ്, ആവശ്യമില്ലാത്ത ആലോചിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലാണ് ഈ ഒരു ചിന്തകൾ വരിക. വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് മടി വരിക, അല്ലെ പിശാച് വരിക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതേപോലെ നമ്മൾ വെറുതെ ഇരിക്കേണ്ട, എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള മാർഗം, എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇപ്പോൾ.
ഞാനിങ്ങനെ ഒരു ഒഴുക്കിന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതൊന്ന് എടുക്കുക. എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോട്ടീവ് ആയിക്കണമെങ്കിൽ അതിൽ എനിക്കൊരു ഹാപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ, ബോറടിച്ചോ ഇല്ല എന്നുള്ളത്. പിന്നെ ഇത് ഞാനൊരു 5 കിലോ ബിരിയാണീൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത്. പിന്നെന്തോ നോമ്പുമാണ്, പിന്നെ വേഗം പണി ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പണികൾ വേഗം സ്പീഡ് കഴിയൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കിട്ടോ. പിന്നെ അതാ ഈ ഒരു ബിരിയാണിയിലേക്ക് ചുവന്നുള്ളി നിങ്ങൾ എന്തായാലും എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ 5 കിലോ ബിരിയാണിക്ക് ഞാൻ 200 ഗ്രാം ഈ ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നേരത്തെ തൊലി കളഞ്ഞൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചുവന്നുള്ളി. പിന്നെ അതാ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണം എന്ന് വിചാരിച്ചേനി. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ എനിക്ക് എന്തോ ഒരു മടി വന്ന്. പിന്നെ ഈ വീഡിയോ എടുക്കലും കുക്ക് ചെയ്യലും കൂടി ആകുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂല. പിന്നെ അതാ എൻ്റെ ഒരു ചെമ്പ് ഓർഡർ ചെയ്ത വീട്ടിലായി പോയതുകൊണ്ട് തൊട്ടടുത്തുള്ള സെറീരൻ്റെ ചെമ്പ് വാങ്ങിക്കൊണ്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ 2-3 സ്ഥലത്താണ് എൻ്റെ പാത്രങ്ങൾ. അപ്പോൾ അതിപ്പോൾ നല്ല ബുദ്ധിമുട്ടായി എനിക്ക്. പിന്നെ അത് അവളെ ചെമ്പ് വാങ്ങിക്കൊണ്ടുപോയി. ഒരു തീരെ കരി പിടിക്കാത്തതിനോണ്ട് ഞാൻ കരി പിടിക്കേണ്ട വിചാരിച്ചിട്ട് ഓയിൽ ഒരു തുണിയിലാക്കിയിട്ട് ആ ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കരി ഇളകിപ്പോവും. പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ചിലവർ വെണ്ണീര് കലക്കിയിട്ട് തേക്കണതാണ് കേട്ടോ. എനിക്ക് എളുപ്പം ഈ ഓയിൽ ഇങ്ങനെ തുണിയിലാക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നമ്മൾ സെബീനപ്പൊടിയും കുറച്ച് വെണ്ണീരും കൂടി കൂട്ടി തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്കത് മറന്നു കേട്ടോ. ഇതിപ്പോൾ വേറൊരാളെ പാത്രമല്ല, അപ്പോൾ അധികം നാശമാവണ്ടായി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ പാത്രമാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർമ്മ ഉണ്ടാവില്ല ഓയിൽ തേക്കാനൊന്നും. പുതിയതിലൊക്കെ അങ്ങനെ ചെയ്യും, പിന്നെ അത് മറന്നു പോവുകയും ചെയ്യും. ഇവിടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊന്നും അങ്ങനെ ഇക്കാക്കൻ്റെ ആ ഒരു ഇതിലില്ല കേട്ടോ. തീരെ വാങ്ങി തരൂല, എല്ലാം ഞാൻ വാങ്ങിയതാണെന്നല്ല. പക്ഷേ ഇങ്ങനെ വീണ്ടും സാധനങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനെ ഒരുപാട് വെറുതെ പൈസ ചിലവാക്കി കളയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ. എന്ന് വെച്ച് പിഷ്കനും അല്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് തരികയൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ ഇതേപോലെ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് കുറേ ആയി നാശമായി കിടക്കുന്നു കേട്ടോ. ഒരു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഒലിക്കലും പിന്നെ ആ ഒരു ഫ്രീസറിന് ഡോറില്ലായും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിനി എൻ്റെ ഫ്രിഡ്ജിന്. പിന്നെ ഡബിൾ ഡോർ എന്നുള്ള ഫ്രിഡ്ജിൻ്റെ ആഗ്രഹങ്ങൾ കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിനി. കുറേ ആയിട്ട് ഒരു 1-1 വർഷത്തിലും കൂടുതലായി. ഞാൻ ഫ്രിഡ്ജ് അധികം നിങ്ങൾക്ക് കാണിച്ചു തരാത്ത, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളൊക്കെ ആകെ നാശമായിട്ടുണ്ടേനി. അപ്പോൾ ഒരു വർഷം കൂടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഈ കാക്കനോട് പറയുമ്പോൾ കാക്ക പറയാം ഇതിനൊരു കുഴപ്പമില്ല, അത് ഉപയോഗിച്ചാൽ മതിയത്. പക്ഷേ എൻ്റെ ഈ ആഗ്രഹം, എനിക്ക് ഡബിൾ ഡോർ വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ കംപ്ലൈൻറ്റുകളും ഉണ്ട്. എനിക്ക് തോന്നി ഈ കാക്കനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ അത് കിട്ടലുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ എന്തായാലും ഫ്രിഡ്ജ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് ആ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസമാണെങ്കിലും അത് ഒരു ലാഭമല്ലേ. അപ്പോൾ അങ്ങനെ അത് അൽഹംദുലില്ലാ ഈ ഒരു വോയിസ് ഇടുന്ന സമയത്തും ആ ഫ്രിഡ്ജിൻ്റെ എല്ലാ കടങ്ങളും വീട്ടിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ സ്വർണ്ണമായിന് കേട്ടോ വാങ്ങൽ, ഇതേപോലെ പൈസ കൂട്ടി വെച്ചിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല. അപ്പോൾ അൽഹംദുലില്ലാ അത്യാവശ്യം ഇടാനുള്ള സ്വർണ്ണം ഉള്ളതുകൊണ്ടും പിന്നെ ഭയങ്കര റേറ്റും ആണല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ അങ്ങനെ വാങ്ങാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപകാരം ഈ വീഡിയോ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എന്തായാലും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.